എന്താണ് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറഞ്ഞിട്ടൊരു ഒരു പ്രാകൃതൻ, അത് മുസ്ലിം ആയിരുന്നോ ക്രിസ്ത്യാനി ആയിരുന്നോ? കുഞ്ഞഹമ്മദ് ഹാജി അയാൾ ആരായിരുന്നു? ആ ആ അയാള് ക്രിസ്ത്യാനി ആയിരുന്നല്ലേ? പുള്ളി ഒരു പാവം സ്വാതന്ത്ര്യ സമര സേനാനി അല്ലായിരുന്നോ? ആ അല്ലല്ല, പുള്ളി യഹൂദനായിരുന്നു. ജൂതനായിരുന്നു. ആ അതെ അതെ, ജൂതനായിരുന്നു. കുഞ്ഞഹമ്മദ് ഹാജി ജൂതനായിരുന്നു. ഓക്കെ. ഇപ്പോ ഒക്ടോബർ 7-ന് അവിടെ മനുഷ്യൻ ആ ഒക്ടോബർ 7-ന്, അതെ അതെ, ഒക്ടോബർ 7-ന് ചെയ്തതെല്ലാം യഹൂദന്മാര് സ്വയം ചെയ്യിക്കുകയായിരുന്നു. ഹമാസിനെ വിളിച്ചു വരുത്തി യഹൂദന്മാര് കാശ് കൊടുത്ത് ചെയ്യിക്കുകയായിരുന്നു. അല്ലേ? ഫോളോയിങ് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. പുള്ളി മറ്റേ ആഡമിനെ ഫോളോ ചെയ്ത് വന്നായിരിക്കും. ഫോളോയിങ് അതെ അതെ, കറ തീർക്കാൻ വന്നതാ. ഞാൻ ആരെയും ഫോളോ ചെയ്തിട്ടില്ല. ആള് കണ്ടു, റൂമിൽ കയറി, അത്രേ ഉള്ളൂ. അല്ല, ഫോളോയിങ് ഒരു വിറ്റുണ്ടായേ. ഇവിടെ ഒരു ആള് വന്നു, നിങ്ങളുടെ വലിയ ഉസ്താദെന്ന് തോന്നുന്നു, ആഡം എന്നാ പേര്. പുള്ളി വന്നിട്ട് പറഞ്ഞു, മലപ്പുറം ജില്ലയിൽ മദ്യം താങ്കളുടെ വോയിസ് ബ്രേക്ക് ആവുന്നു. താങ്കൾ പറഞ്ഞോളൂ. ഇല്ല, പറഞ്ഞോ. ബോബി ബ്രദറെ ജെന്റിൽ സംസാരിക്കട്ടെ. താങ്ക് യു. അപ്പോ ആഡം പറയുന്ന ഒരാൾ ഇവിടെ വന്നു, നിങ്ങളുടെ ഉസ്താദാണ്, നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളാന്ന് തോന്നുന്നു. പുള്ളി സാറേ എന്ന് വിളിച്ചിട്ട് പുള്ളി തന്നെ അഭിസംബോധന ചെയ്യാറുള്ളൂ എല്ലാരും. അത് ചിലപ്പോ വേറെ അർത്ഥത്തിലൊക്കെ വിളിക്കും, അക്ഷരം മാറ്റിയിട്ടൊക്കെ ചില ആളുകൾ. പുള്ളിയെ തന്നെ അങ്ങനെ വിളിക്കാറെന്ന് തോന്നുന്നു. അത് കുഴപ്പമില്ല. പക്ഷെ അപ്പൊ അങ്ങനെയാണല്ലേ സ്വഭാവം? എനിക്കത് അറിയത്തില്ലായിരുന്നു. ശരിയായിരിക്കും. അപ്പൊ പുള്ളി നമ്മളെ വിളിക്കുന്നത് സാറേന്ന് വിളിക്കുമ്പോ അക്ഷരം മാറ്റിയിട്ടായിരിക്കും വിളിക്കുന്നത് അല്ലേ? ഫോളോയിങ് പുള്ളിനെ തന്നെ വിളിക്കണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല, ജെന്യുവൻ ആയിരിക്കും. ഞങ്ങളെയൊക്കെ വിളിക്കുമ്പോ ചിലപ്പോ അക്ഷരം മാറ്റി വിളിക്കാൻ ചാൻസ് ഉണ്ട്. മുഹമ്മദിനെ വിളിക്കുന്ന വിളി കേട്ടോ. അങ്ങനെയാണോ? മുഹമ്മദിനെ വിളിക്കാൻ പറ്റിയ വിളി, മുഹമ്മദിനെ വിളിക്കുന്ന വിളി ഉണ്ടല്ലോ. അല്ലല്ല, അവരുടെ പ്രവാചകനാണല്ലോ ആഡം. അപ്പൊ പുള്ളിക്ക് ചെയ്യാമല്ലോ. പിന്നെ ഒരു ഇതില്ല, പുള്ളി സാറിന് വിളിക്കുമ്പോഴും അക്ഷരം മാറ്റിയിട്ടാ വിളിക്കുന്നെന്ന് പുതിയ അറിവ്. ഞാൻ പുള്ളിയെ സ്നേഹത്തോടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പഴാണ് മനസ്സിലായത് പുള്ളി അക്ഷരം മാറ്റിയിട്ടാ വിളിക്കുന്നെന്ന്. ചാൻസ് ഉള്ളൂ, പറയാൻ പറ്റൂല. പുള്ളിന്റെ ഉള്ളിൽ നമുക്ക് അറിയില്ല. ഉദാഹരണത്തിന് പര്യായം പറഞ്ഞാണ്. എന്നല്ല, നിങ്ങൾ ഏകദേശം ഒരേ ഇതൊക്കെ ആയതുകൊണ്ട് ചിലപ്പോ അങ്ങനെ ആയിരിക്കും. പോട്ടെ, കുഴപ്പമില്ല. ഇപ്പൊ മനസ്സിലായി നിങ്ങൾ വിളിക്കുന്ന അങ്ങനെ. ഒരു ചോദിച്ചു, ഒരുമയാണെന്നുള്ള ധാരണ മുസ്ലിങ്ങളൊക്കെ നല്ലതാണ്. നിങ്ങൾ തമ്മിൽ ഒരുമയോ? ഞങ്ങള് ഒരു മിപ്പ കാണിച്ചാൽ ഒറ്റ സെക്കൻഡ് ഒരുമ പുതിയതൊന്നുമല്ല, ഇത് മുഴുവനായിക്കോളൂ. ഇല്ല, വെയിറ്റ്. ഫോളോയിങ് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. ഞാൻ പറഞ്ഞു കേട്ട് ഫോളോയിങ്. ഞാൻ ഒരു മിനിറ്റ് റൂമിൽ കയറി വരാം കേട്ടോ. ഒരു മിനിറ്റ് വരാം. നിർബന്ധമില്ല വരണമെന്നേ, അവിടെ തന്നെ ചായ കുടിച്ചോ. ഓക്കെ. അപ്പോ ആഡം ഇവിടെ വന്നിട്ട് പുള്ളി വലിയ വാചകം അടിച്ചു. മലപ്പുറം ജില്ലയിൽ മദ്യം വിറ്റു എന്ന തെളിവ് കാണിച്ചാൽ, കോടിക്കണക്കിന് രൂപയുടെ മദ്യം വിറ്റുവെന്നും കേരളത്തെക്കാൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റു എന്ന് കാണിച്ചാൽ ഞാൻ ഇന്ന് ക്ലബ് ഹൗസ് നിർത്തും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു വാചകടി അടിച്ചു. ഇവിടെ ഒരു സാധാരണ ഞങ്ങളുടെ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ പോലെ ഇവിടെ മിണ്ടാതിരിക്കുന്ന ഒരു സഹോദരി കയറി വന്നിട്ട് ഒരു തെളിവ് ഇട്ടു കൊടുത്തു. അതാണ് ഇപ്പൊ മുകളിൽ കിടക്കുന്ന ലിങ്ക്. അത് കണ്ടിട്ട് 49 കോടിയുടെ ചാരായം മലപ്പുറം ജില്ലയിൽ വിറ്റു എന്ന് കണ്ടപ്പോ, അത് ഞായറാഴ്ച പുള്ളി ഇവിടെ കയറി വന്നിട്ട് കുണുകുണ എന്ന് പറഞ്ഞ് ഫോളോയിൽ സംസാരിക്കുന്ന പോലെ. പക്ഷെ പുള്ളിക്ക് നാവിനോ പുള്ളിയുടെ ചിന്തയ്ക്ക് തൻ്റെ ഇടം ഉണ്ടായിരുന്നില്ല. പറഞ്ഞ വാക്ക് പുള്ളി പിൻവലിച്ചു. പുള്ളി എന്നിട്ട് ഈ റൂമിൽ നിന്ന് ഒറ്റ ഓട്ടം. അത് ചെയ്തത് മാന്യതയാണോ ഫോളോയിങ്? പറഞ്ഞ വാക്കിന് വില വേണ്ടേ ഫോളോയിങ്? നിങ്ങൾ പറ.
ഓടുന്നത് മാന്യതയാവണമെന്ന് ഞാൻ കരുതുന്നില്ല. ഓടിച്ചതാണോ എന്നുള്ളത് എനിക്കറിയില്ല, നിങ്ങൾക്ക് അയാൾക്കും അറിയുള്ളൂ, പിന്നെ ദൈവത്തിനും. ചാറ്റ് ബോക്സ് നോക്ക്. ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഇന്ന് നമുക്ക് ഫോളോയിങ്ങിന്റെ ഇനി വരുമ്പോൾ നമുക്ക് കാണാം. ഫോളോയിങ് ഇവിടെ ഒരു നേരത്തെ ഒരാൾ വന്നിട്ട് പറഞ്ഞു അള്ളാ എന്ന് പറഞ്ഞാൽ അല്ലും ലാഹും കൂടെ ചേർന്നതാണെന്ന്. തൗഹീദില് നിങ്ങളും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്? അല്ലും ലാഹും കൂടെ ചേർന്നതാണ് അള്ളാഹ് എന്ന്? ജനറൽ ബ്രോ ആഡം താഴെ കമന്റ് അലിഫും രണ്ട് ആരമോണ് വിളിക്കുക. പുള്ളി ഉസ്താദല്ലേ, നമുക്ക് പുള്ളിയോട് സംസാരിക്കാം. ആദമിനെ വിളിച്ചു കഴിഞ്ഞാൽ ടൈം വേസ്റ്റ് ആയിരിക്കട്ടോ. ഈ ഫോളോയിങ് ഇപ്പൊ ഫോളോയിങ് പറഞ്ഞത് എനിക്കറിയണം. ആഡം നമ്മളെ സാറിനൊക്കെ ഇവിടെ വിളിക്കുന്നത് എന്താ അക്ഷരം മാറ്റി വിളിക്കുന്നതാണോ എന്ന് എനിക്കറിയണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അങ്ങനെ മാന്യതയോടെ സംസാരിക്കാറുള്ളൂ. ആഡം എന്ന് അവരുടെ ഒരു പ്രവാചകന്റെ പേരാണ്. ആ പേരും വെച്ചിട്ട് അദ്ദേഹം സാർ എന്ന് വിളിക്കുന്നത് അക്ഷരം മാറ്റിയിട്ടാണ് എന്ന് ഫോളോയിങ് പറഞ്ഞത് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാ വിളിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? ആരമനെയാ അതിനോട് ചോദിച്ചു നോക്കൂ, അക്ഷരം മാറ്റിയിട്ടാണോന്ന് ഒരു സംശയമുണ്ട്. ആദം ഒന്ന് കേറി വരൂ. എനിക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റില്ല, രണ്ടുകൂടെ ഇൻവൈറ്റ് ചെയ്തപ്പോൾ ആഡമിന്റെ പ്രൊഫൈൽ എടുത്തിട്ട് അക്സെപ്റ്റ് ഇൻവിറ്റേഷൻ ഒരു ഓപ്ഷൻ കാണിക്കും. അത് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ആഡം തന്നെ എടുക്കറിയാം. ഞങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഹലോ, ഞാൻ ആരമേ ഒരു സംശയമാണ്. ഇവിടെ താങ്കൾ സാർ എന്ന് വിളിക്കാറുണ്ട്. ഞങ്ങൾ വലിയ സാറുമാരൊന്നും അല്ലെങ്കിൽ താങ്കൾ അങ്ങനെ വിളിക്കാറുണ്ട്. ഞങ്ങൾ ആരും പറഞ്ഞിട്ടല്ല താങ്കൾ വിളിക്കുന്നത്. പക്ഷെ ഇവിടെ താങ്കളുടെ ഒരു സുഹൃത്ത് ഫോളോയിങ് എന്ന് പറയുന്ന ഒരു മുസ്ലിം സുഹൃത്താണ്. അദ്ദേഹം വന്നിട്ട് പറയാണ് നിങ്ങൾ സാറെന്ന് വിളിക്കുന്നത് അക്ഷരം മാറ്റിയിട്ടാണ് വിളിക്കുന്നുണ്ടാകുക എന്ന് പറഞ്ഞു. അതൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. താങ്കൾ അങ്ങനെയാണോ വിളിക്കുന്നത്? ഫോളോയിങ് പറഞ്ഞത് ശരിയാണോ? ഞാൻ ആദ്യം ഒന്ന് പറയാം. ഞാൻ തന്നെയാണ് ലീവ് ചെയ്തത്. കാരണം എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു തെറ്റുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ യൂട്യൂബിൽ പോയിട്ട് നേരത്തെ ലൈവ് ബാക്ക് എടുത്തിട്ട് ഞാൻ പറഞ്ഞ ഉത്തരം കേട്ട് നോക്കിയതാണ്. അലം ബ്രദർ പറഞ്ഞു കഴിഞ്ഞ ഓണത്തിന് മലപ്പുറം ജില്ലയാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ മലപ്പുറം ജില്ലയാണ് ആണെങ്കിൽ ഞാൻ ക്ലബ് ഹൗസ് വിടാമെന്ന് പറഞ്ഞത്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ റീപ്ലേ കേൾക്കുകയോ നിങ്ങളുടെ തന്നെ ക്ലബ് ഹൗസിന്റെ യൂട്യൂബ് ചാനലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അലം ബ്രദർ കഴിഞ്ഞ ഓണത്തിന് മലപ്പുറം ജില്ല ഒന്നാമതെന്ന് പറഞ്ഞപ്പോഴാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ക്ലബ് ഹൗസ് വിടുമെന്ന് പറഞ്ഞത്. സംശയമുണ്ടെങ്കിൽ തെറ്റാണെങ്കിൽ ഞാൻ ഇപ്പം മാപ്പ് പറയാം. നിങ്ങൾ റീപ്ലേ കേൾക്കുകയോ യൂട്യൂബ് കാണുകയോ ചെയ്താൽ എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ മനസ്സിലാവും. ഞാൻ 2-3 തവണ റീപ്ലേ കേട്ടിട്ടാണ് വീണ്ടും ഈ ക്ലബിൽ കയറി വന്നത്. ഞാൻ ഓണമെന്ന് ബ്രദറെ ഒരു മിനിറ്റ്, ഞാൻ എന്നെ മറുപടി പറയാമേ. ഓണത്തിന് മലപ്പുറം ജില്ല ഒന്നാമതായിരുന്നില്ല, ഒരു ഡേറ്റ് തെറ്റിപ്പോയി. പക്ഷെ എപ്പോഴെങ്കിലും മലപ്പുറം ജില്ല ഒന്നാമതായിട്ട് കണ്ടോ താങ്കള്? മലപ്പുറം ജില്ലയിൽ 49 കോടിയുടെ മാന്യമായ ചോദ്യം. അപ്പോഴും എന്റെ ഭാഗത്ത് തെറ്റില്ല. വെയിറ്റ് ചെയ്യൂ. ഒരു ദിവസം മാറി പറഞ്ഞത് കൊണ്ട് മലപ്പുറം ജില്ല എന്ന് പറയുന്ന കഴിഞ്ഞ ഓണത്തിനെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഓണത്തിനല്ല എന്ന് ഞാൻ ബ്രദറെ താങ്കൾ എന്താണ് ഇങ്ങനെ പെരുമാറുന്നത്? പ്ലീസ്, താങ്കൾ എന്താണ് ഇങ്ങനെ പെരുമാറുന്നത്? താങ്കൾ പറഞ്ഞില്ല. താങ്കൾ പറഞ്ഞത് എങ്ങനെയാണ്? മലപ്പുറം ജില്ലയാണ്. താങ്കൾ പറഞ്ഞില്ല ഓണത്തിന് മദ്യം കുടിച്ചത് മലപ്പുറം ജില്ലയാണെങ്കിൽ. ചോദിച്ചത് ഇങ്ങനെയാണ്, കഴിഞ്ഞ ഓണത്തിന് മലപ്പുറം ജില്ലയാണ് ഒന്നാമതെന്ന് പറഞ്ഞല്ലോ സാർ. അല്ലെങ്കിൽ റീപ്ലേ കേട്ട് നോക്ക് സാറേ. അലൻ ബ്രദർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ഓണത്തിന് മലപ്പുറം ജില്ലയാണ് ഒന്നാമതെന്ന് പക്ഷെ താങ്കൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ഓണം എന്നുള്ള ഒരു വാക്കേ പറഞ്ഞിട്ടില്ല. സാറ് പറഞ്ഞതിന് തൊട്ട് പുറകിലാണ് ഞാൻ പറഞ്ഞത്. സാറ് ഇത് പറഞ്ഞോണ്ടേ പറഞ്ഞാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ മലപ്പുറം ജില്ലയാണ് സാറേ ഇപ്പൊ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. വേറൊരു ഡയലോഗ് കേരളത്തിൽ എവിടെയെങ്കിലും മുസ്ലിമീങ്ങൾ ബാറ് നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെങ്കിൽ താങ്കൾ ഇങ്ങനെ തന്നെ പെരുമാറും ഞങ്ങൾ വിചാരിക്കുന്നു. ഉണ്ടെന്ന് ഞങ്ങൾ തെളിയിച്ചാൽ താങ്കൾ ക്ലബ് ഹൗസ് വിടും എന്ന് വിചാരിക്കുന്നു. അത് മാത്രമല്ല അപ്പൊ പിന്നെ താങ്കൾ നടത്തുന്നില്ല എന്ന് താങ്കൾ സ്റ്റേറ്റ്മെന്റ് ഇവിടെ വെച്ചതിനാ ഞാൻ പറഞ്ഞു. അത് കൃത്യമായ എന്റെ അറിവാണ്, എന്റെ ബോധ്യമാണ്, എന്റെ അറിവാണ്, ശരിയാണ്. ഹയാത്ത് റിജൻസിയിൽ
അല്ല സാറേ ഗ്രാൻഡ് ഹയാത്തിൽ. ഹയാത്തിന്റെ ഏജൻസിയിലെ ലൂലുവിന്റെ പേരിലല്ല ബാറ് ക്രിസ്ത്യാനിയുടെ പേരിലാണ് എന്റെ എടുത്തിരിക്കുന്നത് പൊന്നോ, ലൈസൻസ്. സാറിന് സംശയമുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ ഇതിൽ കയറി നോക്കാം ഹയാത്തിന്റെ ലൈസൻസ് എനിക്കൊന്നിലും കൊടുത്തിരിക്കുന്നത് കേറണ്ട, ആരുടെ പേരിലാണെന്ന്. എനിക്കൊന്നും കേറണ്ട. ഹയാത്ത് സാറേ ഒരു മോട്ടൽ ഉടമയല്ല, മുസൽമാന്റെ ബാർ ബിൽഡിംഗ് ആണ്. ലൈസൻസിന്റെ ഉടമ. സാറിന് അത് അറിഞ്ഞൂടെ? ഒരു സ്ഥാപനത്തിന്റെ രജിസ്ട്രേഷൻ കൊടുക്കുന്നത് ബാർ ലൈസൻസ് ആണ് സാറേ. ലൈസൻസ് ആരുടെ പേരിലാന്ന് നോക്ക്. ഹയാത്തിന്റെ ലൂലു ഗ്രൂപ്പിന്റെ മുതലാളി യൂസുഫ് അലിയുടെ പേരിൽ ബാർ ലൈസൻസ് ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഇത് അൺനെസസറി ഇതാണ്ടോ? നമുക്ക് വേറെ ടോപ്പിക്കിലേക്ക് ഞാനത് വിട്ടു. ഞാൻ ഇനിയിപ്പോ ആഡത്തോട് ചോദിക്കുമ്പോ ആഡം നമുക്ക് ഈ കാര്യം അവിടെ വിടാം. ആഡം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ, താങ്കൾ വലിയ വിദഗ്ധനാണെന്നും പണ്ഡിതനാണെന്നും ഇവിടെ ആരൊക്കെ പറഞ്ഞു. അപ്പൊ സാർ ഒരു കാര്യം പറ, അള്ളാഹു എന്ന് പറയുന്നത് നിങ്ങളുടെ ദൈവത്തിന്റെ പേരാണോ, അറബിയിൽ ദൈവം എന്നുള്ളതിനുള്ള വാക്കാണോ? ഞാൻ ആദ്യം എന്നെ നിങ്ങൾ തെറ്റിദ്ധരിച്ചതിൽ നിങ്ങൾ ഒരു മാപ്പോ ഒന്നും പറഞ്ഞില്ല. എന്നെ നിങ്ങൾ വിടവാങ്ങൽ പ്രസംഗത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കളിയാക്കി. മാപ്പ് ഈ മാപ്പിലെ കുന്നങ്ങളും ഇല്ലാത്ത മാപ്പാണേ. ഓക്കെ, മാപ്പ്. അടുത്ത പറഞ്ഞു. എന്റെ മാപ്പ് ആ മാപ്പിലെ കുന്നങ്ങളും ഉണ്ടോ? ഇല്ല 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 ഇല്ല. അള്ളാഹു എന്ന് പറയുന്നത് പോട്ടെ, കഴിവിട്ടു. അതിന് നമുക്ക് തുടരാം. അള്ളാഹു എന്ന് പറയുന്നത് ഒരു നാമം വിശേഷണമായിട്ട് വരും. അതായത് അള്ളാഹു എന്ന് പറയുന്നത് നിങ്ങളുടെ ദൈവത്തിന്റെ പേരാണ് അല്ലേ? പേര് എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം അള്ളാഹു എന്ന് പറയാം, പേരല്ലേ? ദൈവം എന്ന് പറയാം. ചോദ്യം അല്ല, ഒരു ദൈവത്തിന്റെ വിശേഷണമാണ് അറബി ഭാഷ. വിശേഷണം. ആ വിശേഷണത്തിന്റെ അർത്ഥം എന്താണ്? അത് അൽ ഇലാഹ് എന്ന രീതിയിലും വരുന്നുണ്ട് സാറേ. ഓക്കെ, താങ്ക് യു സാറേ. അപ്പൊ അൽ ഇലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇലാഹ് എന്ന് പറഞ്ഞാൽ അല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലാഹിന്റെ ഒരു വിശേഷണമായിട്ടാണ് വരുന്നത്. പറഞ്ഞോളൂ, മലയാളത്തിൽ അർത്ഥം പറഞ്ഞു തരൂ. ഞാൻ അർത്ഥമാണ് ചോദിച്ചത്, വിശദീകരണമല്ല. ആരാധ്യൻ. എനിക്കൊന്ന് ഏകനായ ആരാധ്യൻ എന്നാണ് തോന്നുന്നു. അങ്ങനെ കൃത്യമായിട്ട് അറിയില്ല. താങ്കളുടെ വിശ്വാസം അള്ളാഹ് എന്ന് പറയുന്ന ദൈവത്തിൽ തന്നെയാണല്ലോ അല്ലേ? സാറേ, അള്ളാഹു എന്ന് പറയുന്ന ദൈവം എന്നും പറയാം, പരമകാരുണ്യൻ എന്ന് പറയാം, പരമശിവൻ എന്ന് പറയാം, അതായത് ദൈവം എന്ന് പറഞ്ഞാൽ സൃഷ്ടാവ്, അത്രേ ഉള്ളൂ. അതിന്റെ അറബി ഭാഷയിലാണ് അള്ളാഹു. ദൈവം എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഇല്ല, ചോദ്യം നിങ്ങൾ പരമശിവനെന്നോ പരമകാരുണ്യകനെന്നോ മാക്കറീൻ മാക്കറുള്ളാന്നോ എന്ത് വേണേ വായിച്ചു. ചോദ്യം അതല്ല. അറബി ഭാഷയിൽ ദൈവം എന്നുള്ളതിനുള്ള പദം എന്താണ്? നമുക്ക് അങ്ങനെ പോകാം, സിമ്പിൾ ആയിട്ട് പോകാം. സാറേ, അങ്ങനൊന്നും ഞങ്ങളൊന്നും അങ്ങനെ വിശദമായിട്ടൊന്നും അറിഞ്ഞുകൂടാ. നമ്മള് ദൈവം എന്നുള്ളൊരു കൺസെപ്റ്റ് അതിന്റെ അറബിയിലെ ഓരോ വാക്കിന്റെ മീനിങ് ഒന്നും എടുത്ത് ഞങ്ങളെ പഠിച്ചിട്ടില്ല. ഞങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് സൂറത്ത് ഫാത്തിഹ അറിയോ? പിന്നെ അറിഞ്ഞുകൂടാതെ. അപ്പൊ നിങ്ങൾ അത് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞോണ്ട് ചോദിച്ചു. സൂറത്ത് ഫാത്തിഹ തുടങ്ങുന്നത് എങ്ങനെയാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ല, ആദ്യം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അതെന്തിനാ നിങ്ങൾ പറയണത്? അത് ഖുറാനിലില്ലല്ലോ. എന്താണ് ഇല്ലാത്ത കാര്യം? സൂറത്ത് ഫാത്തിഹ അങ്ങനെയാണ് തുടങ്ങുന്നത്. എന്തായാലും എങ്ങനെ പറയണത്? അത് പിന്നെ ശൈത്താനുർ റജീം എന്ന് ഖുറാനിലുണ്ടോ? സൂറത്തുൽ ഫാത്തിഹ എങ്ങനെ തുടങ്ങുന്നത്? പിശാചിന്റെ അടുത്ത് എല്ലാരും കേട്ടോണേ. ശൈത്താന്റെ അടുത്തുനിന്ന് സാറേ, ശൈത്താന്മാരുടെ അടുത്തുനിന്ന് കാവല് തേടണ്ടേ? കേട്ടോ, ശൈത്താന്മാരുടെ അടുത്ത് കാവല് തേടണം. എന്തിന്? ഖുറാൻ വായിക്കണതിന് മുമ്പ്. എന്തിനാ അത് ചെയ്യണത് ആരമേ? സാറേ, ഞങ്ങളിപ്പം ഏത് കാര്യം ചെയ്യുമ്പോഴും ശൈത്താന്മാര് നമ്മളെ ഒരു തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സംഭവം ഉണ്ട്, മനസ്സിലായോ? നമ്മളെ ഏത് മിസ്ലീഡ് ചെയ്യും. അങ്ങനെയാണല്ലോ ബൈബിളിലെ ആദത്തെ താഴെ കൊണ്ടുവന്നത്. അങ്ങനെ ഒരു ശൈത്താനല്ലേ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പൊ തൽക്കാലം ഇത് കാര്യം എന്തൊക്കെയോ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യേ. ഫോളോയിങ് അങ്ങോട്ട് വരാവേ. വിളിക്കാത്ത സതിക്ക് ഉണ്ണാൻ വരല്ലേ കേട്ടോ. ആപ്പിള് കഴിച്ചോണ്ടല്ലേ ആദവും ഹവ്വയൊക്കെ ഇവിടെ വരികയും നമ്മളൊക്കെ ജനിക്കുകയും ചെയ്തത്. നിങ്ങളെല്ലാം പാപികളായി തീർന്ന് ഞങ്ങൾ പാപികളല്ലാതായി തീർന്നത് ആ പഴം കഴിച്ചോണ്ടല്ലേ. അത് ഏത് പഴമായിരുന്നത് സാറേ? ആപ്പിൾ, ആഡംസ്. തെളിവുണ്ട്. ആപ്പിൾ എന്ന് പറയുന്നില്ല, ഒരു ഫലം പറയുന്നുള്ളൂ. തെളിവ് ആപ്പിൾ എന്ന് പറയുന്നില്ല, ഫലം പറയുന്നുള്ളൂ. പക്ഷെ
തെളിവ് കൊണ്ടുവാ. ആപ്പിൾ ആഡം കഴിച്ചു ആപ്പിൾ എന്ന് പറയുന്നില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ സാറേ, പഴമൊന്നേ പറയുന്നുള്ളൂ. പക്ഷെ എല്ലായിടത്തും ക്രിസ്ത്യൻ പള്ളികളിലെല്ലാം വരച്ചു വെച്ചിരിക്കുന്ന ആപ്പിളിനകത്ത് പാമ്പ് ചുറ്റി കിടക്കുന്നതാ. അതുകൊണ്ട് എന്ത് ചെയ്തെന്ന്? അതുകൊണ്ട് ഞങ്ങൾ ആപ്പിളാന്ന് വിചാരിക്കുന്നു. ആപ്പിളാന്ന് പറഞ്ഞില്ല, പറഞ്ഞോളൂ. ഈ പഴം കഴിച്ചുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന്? സാറേ, പഴം കഴിച്ചപ്പോഴത്തേക്ക് പാപം ചെയ്തു, അതുകൊണ്ടല്ലേ അവിടെ നിന്ന് പുറത്താക്കുന്നത്? അല്ല, പിന്നെങ്ങനെയാ പുറത്താക്കുന്നത്? ഒരു മിനിറ്റ്. പഴം കഴിച്ചത് കൊണ്ടാണ് നിങ്ങൾ പറഞ്ഞ ആർഗ്യുമെന്റാ. പഴം കഴിച്ചത് കൊണ്ട് ഞാൻ നിങ്ങളെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുന്നു എന്ന് ദൈവം പറയുന്ന സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കാണിച്ചതാ. ഞാൻ വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകുന്നു. വ്യാജം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആഡം കുറെ നേരമായി വ്യാജം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആഡം എന്നോട് തെളിവ് ചോദിക്കുകയാണ്. പഴം കഴിച്ചത് കൊണ്ടാണ് താങ്കൾ ആപ്പിളാ പറഞ്ഞത്, ഞാനത് വിട്ടു. ആപ്പിൾ കഴിച്ചതിന് ശേഷം പള്ളികളിൽ തന്നെ വരച്ചു വെച്ചിട്ടുണ്ട്. താങ്കൾ ഉരുളല്ലേ ചോദ്യം. ഫലം കഴിച്ച പഴം, താങ്കൾ പറഞ്ഞ പഴമാണ്, ഏത്തപ്പഴമാണോ, വാളകോടം, എന്താ പറയാ, അയ്യോ ഒരു പഴം ഉണ്ടല്ലോ, പാളയംകോടം പഴമാണോ, വരച്ചു വെച്ചിരിക്കുന്നത് വെച്ച് ഞാൻ മനസ്സിലാക്കിയത് ആപ്പിളാണ്. അതുകൊണ്ടാണല്ലോ ആ പാപം വരികയും അതിന്റെ ഫലമാണല്ലോ എല്ലാവരും പാപികളാവുകയും യേശുക്രിസ്തു പാപപരിഹാരത്തിനായി കുരിശിലേറുകയും ചെയ്തത്. ആഡം ഉരുളരുത്. ചോദ്യത്തിന് ഉത്തരം പറ. താങ്കൾ ഇപ്പൊ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പഴം കഴിച്ചതുകൊണ്ട് അവരെ ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കി എന്നുള്ള സ്റ്റേറ്റ്മെന്റിന് തെളിവ് താങ്കൾ മുന്നോട്ട് വെക്കണം. ഞാൻ വെയിറ്റ് ചെയ്യാം. പിന്നെ എന്തിനാണ് സാറ് പറ? ഞാൻ മനസ്സിലാക്കിയേക്ക് അങ്ങനെ. എന്തിനാ പുറത്താക്കിയത് സാറ് തന്നെ പറഞ്ഞെങ്കിൽ? ഇല്ല, ഞാൻ പറയുന്നില്ല. താങ്കൾ ഒരു ആരോപണം മുന്നോട്ട് വെച്ചെങ്കിൽ ആ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുക. താങ്കൾ ഒന്നും ഉറച്ചു നിൽക്കാത്താണെന്ന് എനിക്ക് മനസ്സിലായി. താങ്കൾ പറഞ്ഞത് അങ്ങനെയാണ് സാറേ. താങ്കൾ പറഞ്ഞത് അങ്ങനെയാണ് സാറേ. ഞാൻ പേര് മാറ്റിയിട്ടില്ല സാറേന്ന്. ഞങ്ങള് ക്രിസ്ത്യാനി സുഹൃത്തുക്കളെ പറഞ്ഞതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. അവര് പറയുന്നത് ഏത് സുഹൃത്താണ് സാറിനോട് പറഞ്ഞത്? ബൈബിളിലെ കാര്യമാണ് പറഞ്ഞെങ്കിൽ അങ്ങനെ ബൈബിളിൽ ഇല്ല. ഉണ്ടെങ്കിൽ താങ്കൾ തെളിവുണ്ട്. 4ാം ക്ലാസ്സിലൊക്കെ പറഞ്ഞ കഥകളാണിത്. ഇങ്ങനെ ആപ്പിള് കഴിച്ചെന്നും അങ്ങനെ പുറത്താക്കി, അങ്ങനെ താഴെ വരികയും അങ്ങനെ. നേരത്തെ പറഞ്ഞത് പള്ളിയിൽ എവിടെ ചിത്രം കണ്ടു? ഒരു സെക്കൻഡ്. അതായത് ആരാന്ന് നിങ്ങള് കൂട്ടുകാരൻ പറഞ്ഞ അവരാ ഇവരാന്നൊക്കെ പറഞ്ഞെന്ന് പറയരുത്. അതായത് ഈ നിരീശ്വരവാദികളുടെ ഒരു ലഘുലേഖ ഉണ്ടായിരുന്നു. അവരൊക്കെ പറഞ്ഞിരിക്കുന്നത് മുഹമ്മദ് സ്ത്രീ ലംബാടനാണ്. അങ്ങനെ സ്ത്രീ ലംബടൻ. അപ്പൊ സ്ത്രീ ലംബടൻ എന്ന് ഇവിടെ വന്നിട്ട് നമ്മൾ പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയും? മറ്റുള്ളവർ പറയുന്നത് എതിരാളികൾ അങ്ങനെ ആരോപണം ഉന്നയിക്കും. അത് കണക്കാണ് സാർ ഇപ്പൊ 6 വയസ്സുള്ള കുട്ടിയെ കെട്ടിയെന്ന് പറയുന്ന കണക്ക് പറയുന്നുണ്ട് 90 വയസ്സുള്ള ജോസഫ് 9 വയസ്സുള്ള. ഞങ്ങൾ അതും വിശ്വസിക്കുന്നില്ല. ഇത് പറയുന്ന ഇത് കറക്റ്റ് അല്ല. 6 വയസ്സ് 53 പറയുമ്പോ അപ്പുറത്ത് 90 9 കിടക്കുക. അത് ഉസ്താക്കന്മാര് പറയുന്നുണ്ട്. ഞങ്ങൾ അതായത് സ്ത്രീ ലംബടൻ തന്നെയാണോ അവർ പറഞ്ഞത്? കറക്റ്റ് ആണോ സാറേ? അത് വിധവാ സംരക്ഷണത്തിന് വേണ്ടി യുദ്ധത്തിൽ വിധവകളായവരെ സംരക്ഷിച്ചു. അതാണ് യൗവനകാലമായ 50 മരിക്കുന്നിടം വരെ 25 വയസ്സ് മുതൽ 53 വയസ്സ് വരെ, പിന്നെ ഒരു വിവാഹം കഴിക്കാത്ത വാർദ്ധക്യത്തിൽ യുദ്ധത്തിൽ നടക്കുന്ന സമയത്ത് യുദ്ധത്തിൽ വിധവകളായവരെ സംരക്ഷിക്കാൻ മാത്രമായി ഒരു മനുഷ്യന്റെ യൗവനകാലത്ത് ഒറ്റ സ്ത്രീ മാത്രമായിരുന്നു. സംസാരിച്ചോളൂ. താങ്ക് യു. ആഡം, നിങ്ങൾക്കറിയാവോ, മലപ്പുറത്തെ മദ്യം മുതൽ നമ്മൾ തുടങ്ങി ഓണക്കച്ചവടം കഴിഞ്ഞ്, സൗദി അറേബ്യയിലെ പൂട്ടുകച്ചവടം കഴിഞ്ഞ്, ഹയാത്തിലെ മദ്യവിൽപ്പനയും കഴിഞ്ഞ്, ഞാനൊരു കാര്യം പറയുവാന്നല്ലോ, താങ്കൾ വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് എന്റെ ആ ഫ്ലോ പോയി. സൗദി അറേബ്യയിലെ മദ്യക്കച്ചവടവും എല്ലാം കഴിഞ്ഞ് നമ്മൾ എവിടെ എത്തി? നമ്മള് പതുക്കെ ഇപ്പോ തൽക്കാലം ആഡമിന്റെ ആപ്പിളിന്റെ അടുത്ത് എത്തിയതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ആഡമിന്റെ ആപ്പിളിന്റെ അവിടെ നിന്ന് ഇപ്പൊ ചാടി മെല്ലെ എവിടേക്കെങ്കിലും പോകണ്ട. നമുക്ക് ഇവിടെ തന്നെ തൽക്കാലം നിൽക്കാം. കാരണം ഇത്രയും ചാടി ഇവിടെ എത്തിയില്ലേ. ഇതൊക്കെ ഇവിടെ കേൾവിക്കാർ കാണുന്നു, യൂട്യൂബിൽ പോകുന്നുണ്ട്. ചാട്ടം നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. പോട്ടെ. അപ്പോ പഴം കഴിച്ചത് കൊണ്ടാണ് താങ്കൾ പറഞ്ഞതനുസരിച്ച് ഏദൻ തോട്ടത്തിൽ നിന്നും ആഡമിനെ പുറത്താക്കിയത്. താങ്കൾ പറയൂ, ഏത് പഴമായിരുന്നു? താങ്കൾ പറഞ്ഞതിന് തെളിവ് മുന്നോട്ട് വെക്കൂ.
ഞാൻ വെയിറ്റ് ചെയ്യാണ് തെളിവിന് വേണ്ടിയിട്ട്. സാറേ ഞാൻ പഴം എന്നേ അവിടെ പറയുന്നുള്ളൂ. പക്ഷെ ക്രിസ്ത്യൻ പള്ളികളിലെ പുറത്ത് പാമ്പും പഴവും വരച്ചു വെച്ചിരിക്കുന്നത് ആപ്പിൾ ആണ്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നു ആപ്പിൾ ആയിരിക്കണം. ഓക്കെ, ആപ്പിൾ ആണെങ്കിൽ തന്നെ അതുകൊണ്ടാണ് ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കിയത് എന്നുള്ളതിന് തെളിവ് താങ്കൾ മുന്നോട്ട് വെക്കും. സാറേ നമ്മുടെ ഈ കഴുത്തിന്റെ തൊണ്ടയുടെ ഭാഗത്ത് സ്ഥലത്തിന് പറയുന്നത് ആഡംസ് ആപ്പിൾ എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ സാർ? എനിക്ക് പൊങ്ങിയിരിക്കുന്ന ഭാഗത്തിന് അതുകൊണ്ട് അല്ല ഞാൻ പറഞ്ഞു, ഇത് ആഡംസ് ആപ്പിൾ എന്ന് പറയുന്നത് ഈ ക്രിസ്ത്യൻ പള്ളികളുടെ മുന്നിൽ വരച്ചു വെക്കുന്നുണ്ട്. പാമ്പും ഈ മരങ്ങളും അതിനകത്ത് തൂങ്ങി കിടക്കുന്നതും പാമ്പ് ഇങ്ങനെ പഴം കഴിക്കുന്നതും മരത്തിന്റെ പുറകെ ഇങ്ങനെ കഴിക്കുന്നതായിട്ടൊക്കെ ഉണ്ട്. ചോദ്യം അതല്ല. താങ്കൾ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആ പഴം കഴിച്ചത് കൊണ്ട് അവർ ഏദൻ തോട്ടത്തിൽ പഴം കഴിക്കരുത് എന്ന് ദൈവം ആജ്ഞാപിച്ചിരുന്നു. ആ ആജ്ഞ ലംഘിച്ചു. അപ്പൊ പിശാച് പറഞ്ഞു ഇത് കഴിച്ചാൽ നിങ്ങൾ ദൈവത്തെക്കാൾ വലിയവരാകും, അതിനേക്കാൾ പവർ കിട്ടുമെന്ന് പറയുമ്പോൾ പിശാചിന്റെ വാക്കുകൾ അവർ കേട്ടു. അതിന്റെ പ്രതിഫലമായിട്ടാണ് അവരെ പുറത്താക്കിയത്. ഇങ്ങനെയാണ് കഥ. തെളിവ് തരൂ. അല്ലെന്ന് സാറ് പറഞ്ഞോളൂ. എന്റെ ഒരു ക്രിസ്ത്യൻ സുഹൃത്ത് ജോൺസൺ പറഞ്ഞ കഥകളാണ് എനിക്ക് അറിയാവുന്നത്. എന്റെ അടുത്തൊരു മുസ്ലിം സുഹൃത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആയിഷ 5 വയസ്സ് 8 മാസം ഉള്ളപ്പോഴാണ് ഒസ്താക്കന്മാര് പറയുന്നത് 90 വയസ്സുള്ള ജോസഫ് 9 വയസ്സുള്ള മേരിയെ കെട്ടിയ കഥകൾ പറയുന്നത്. ഇത് കണക്ക് അവരും കഥ പറയുന്നുണ്ട്. ഒരു മിനിറ്റ് തെളിവ് കൊണ്ടുവാ. സാറേ അവര് പറയുന്നത് ബൈബിളിൽ നിന്ന് സാറേ എൻസൈക്ലോപീഡിയ ക്രിസ്ത്യൻ എൻസൈക്ലോപീഡിയ ഉണ്ട്, അതിനകത്തുണ്ടെന്നാണ് ഉസ്താദ് പറയുന്നത്. പുസ്തകങ്ങളൊക്കെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. താങ്കൾ ഇത്രയും നേരം നിങ്ങൾ ഒന്ന് തെളിവ് കൊണ്ടുവരൂ. അബ്രഹാമിന് 90 വയസ്സായിരുന്നു. തെളിവായിട്ട് പറഞ്ഞത് ക്രിസ്ത്യൻ എൻസൈക്ലോപീഡിയ പറയുന്നുണ്ട് 90 വയസ്സുള്ള ജോസഫ് 9 വയസ്സുള്ള മേരിയെ കെട്ടിയത്. ഞങ്ങൾ എൻസൈക്ലോപീഡിയ ഒന്നും അല്ല നോക്കുന്നത്, ഞങ്ങൾ ബൈബിളാണ് നോക്കുന്നത്. ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് സർവ്വവിജ്ഞാന കോശം എന്നാണ്. ഇത് ക്രിസ്ത്യാനികളെ സംബന്ധിച്ച സർവ്വവിജ്ഞാന കോശമാണ്. അതിനകത്താണ് ഇത് പറഞ്ഞിരിക്കുന്നതെന്നാണ് ഉസ്താദ് പ്രസംഗത്തിൽ കോട്ട് ചെയ്തിരിക്കുന്നത്. എന്ന ഒരു കാര്യം ചെയ്യാം, സർവ്വവിജ്ഞാന കോശം എടുത്തോണ്ട് പോവാ. എന്ത് കോശം എല്ലാ കോശം എടുത്തോണ്ട്. എന്റെ പൊന്നു സുഹൃത്തെ, എന്റെ കേൾവിക്കാരിന് പറ, ഈ പുള്ളിക്കാരൻ ഇത്രയും നേരം സംസാരിച്ചിട്ടും എങ്ങനെ വിദഗ്ധമായിട്ട് തവള ചാടുന്നത് പോലെ ചാടി ഓരോ ടോപ്പിക്കിൽ നിന്ന് പുള്ളി മാറിപ്പോകുന്നത് നിങ്ങൾ കണ്ടോ? ഞാൻ പുള്ളി അള്ളാല് പിടിക്കാൻ നോക്കിയപ്പോ പുള്ളി അള്ളാന്ന് ചാടി നേരെ അങ്ങോട്ട് വന്നു, ആരാധനയിലേക്ക് വന്നു. പിന്നെ പുള്ളി ചാടി സൂറത്തുൽ ഫാത്തിഹ ഓതാൻ പറയുമ്പോൾ പുള്ളി പിശാചിന്റെ അടുത്തേക്ക് പോയി. പിന്നെ ബൈബിളിലേക്ക് ചാടി പിശാച് നിങ്ങളെ പുറത്താക്കിയെന്നായി. തെളിവ് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു പള്ളിയിൽ തെളിവുണ്ടെന്ന് പറഞ്ഞു. പിന്നെ തെളിവ് ചോദിച്ച് പുള്ളി വരുമ്പോൾ എന്റെ കൂട്ടുകാരൻ ജോൺസൺ ഇങ്ങനെ പറഞ്ഞത്. എനിക്ക് ഏത് ജോൺസണാന്നറിയില്ല, മറ്റേ അവിടെ കൊണ്ട് ബോംബ് വെച്ച് ജോൺസണാണെന്ന് സംശയം. ആരായാലും ജോൺസൺ ആയിരിക്കും. അത് കഴിഞ്ഞപ്പോ പുള്ളി നേരെ ഇപ്പൊ ജോസഫിന്റെ അടുത്തേക്ക് പോയി. ഇവിടെ ഒരു തെളിവ് ഈ തെളിവ് എന്ന് പറഞ്ഞ വാക്ക് അറബിയിലില്ലേ? അല്ല അറിയാൻ വയ്യാണ്ട് ചോദിക്കുക. ഷ്വാദ മരുന്നിന് പോലും ഒന്നിനെ കിട്ടാനില്ലല്ലോ ദൈവമേ. ഫോളോയിങ് പോയി, നഹാസ് പോയി, ആഡം പോയി. ഇതാണ് ഇവരുടെ ഈ വെട്ടുക്കിളികൾ ഒരുമിച്ച് വരുന്നു, വെട്ടുക്കിളികൾ ഒരുമിച്ച് പോകുന്നു. ഇനി പറയും നമ്മൾ ഓടിച്ചതാണ്. നേരത്തെ ഫോളോയിങ് ഒന്ന് പറഞ്ഞു. അതല്ല, ഇയാളെ ഞാൻ ഓടിച്ചതാണ്. എന്ത് ഉപകാരത്തിന് ഇരുത്തിയിരിക്കുന്നത്? ഞാൻ ഓടിച്ചതാണ്. ഞാൻ പുള്ളി എടുത്തിട്ടുണ്ട്. ഒരു മിനിറ്റ്. അപ്പൊ ആദമേ, ഹലോ ആദം ഉണ്ടോ ഇവിടെ? ഇല്ലേ? ആദമേ, താങ്കൾ ഇങ്ങനെ ഉരുണ്ടിട്ട് പോകാതെ ഒരു കാര്യത്തിൽ സ്റ്റിക്ക് ചെയ്ത് പറ. താങ്കളുടെ പക്കൽ ഞാൻ തെളിവ് വെച്ച് സംസാരിക്കാൻ പറഞ്ഞാൽ താങ്കൾ അതിന് ഒരുക്കമാണോ? ഒരാൾ ഇവിടെ മോഡറേറ്റ് ചെയ്യും. താങ്കൾ അങ്ങനെ സംസാരിക്കാൻ തയ്യാറാണെങ്കിൽ മൈക്കെടുക്കുക. നിങ്ങൾ പറയുന്നത് പോലെ ഒരു ഉസ്താദ് പറയുന്നതാണ് ക്രിസ്ത്യൻ എൻസൈക്ലോപീഡിയയിൽ ഉണ്ട് വ്യക്തമായി പറയുകയാണ്. അത് ഉസ്താദ് തെളിവില്ലാതെ പറഞ്ഞ പുള്ളിക്കാരെ കേസ് കൊടുക്കണ്ടേ നിങ്ങള്? ഞങ്ങൾക്ക് കേസ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾക്ക് എന്താ കേസ് കൊടുക്കേണ്ട ആവശ്യം? ഞങ്ങളുടെ ദൈവം നിങ്ങൾ അംഗീകരിക്കുകയാണോ ചെയ്യുന്നത്? കേട്ടോണ്ടിരിക്കുകയാണോ ചെയ്യുന്നത്? അലക്സാണ്ടർ ജേക്കബ് എത്രയോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ക്രിസ്ത്യൻ സംഘടനകളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹം പറയുന്ന കറക്റ്റ് ആണ്. അയാൾ ആരാ? എടാ ഞങ്ങൾ നടന്നു പോകുമ്പോ DGP അല്ലേ സാറേ? കേരളത്തിലെ ജയിലിലെ ഏറ്റവും കൂടുതൽ പരിഷ്കാരങ്ങൾ വരുത്തിയ ആളല്ലേ സാർ? ഒരുപാട് അവാർഡുകൾ, ഇന്റർനാഷണൽ അവാർഡുകൾ കിട്ടിയ ആളാ. അതുകൊണ്ട്
എന്റെ അദ്ദേഹം പൊന്നാഡമേ, ഓരോ കാര്യങ്ങള് ഖുർആനം പറയുമ്പോഴത്തേക്ക് കൃത്യമായ കാര്യങ്ങളാ പൊന്നാഡമേ, പറയുന്നത്. പുള്ളി അതെല്ലാം ഒരു ഉസ്താദും മാതാമൃതാനന്ദമയിയുടെ അവിടെ പോയിട്ടും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പോയിട്ട് പുള്ളി പറയുന്നത്, അമ്പലത്തിൽ പ്രഭാഷണത്തിൽ പോകുമ്പോഴും പുള്ളി പറയുന്നത് എന്തൊക്കെയാന്ന് ഞങ്ങൾക്കറിയാം. ഞാൻ ഇങ്ങനെ നടന്നു അത് പോകുമ്പോഴേ ഏറ്റവും കൂടുതൽ ന്യൂസ് വരുന്നത് പുള്ളിയുടെ മനുഷ്യ ഇസ്ലാമിക് സ്കോളർഷിപ്പിനാണ്, മാലയെടുത്ത് സ്പീച്ചിനാണ്. സംസാരിക്കേ. അടങ്ങേരിയ ആഡമേ മുഹമ്മദ് എന്നെ കുഷ്ഠരോഗിയായിരുന്നു. ഞാൻ അയാളെ താഴോട്ടാക്കി. മുഹമ്മദ് ഐഷയെ 6 വയസ്സിൽ സെക്സ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാവുന്ന വിഷയമല്ലേ ആഡമേ? മേളിൽ തെളിവിട്ടിട്ടില്ലയോ? അത് അങ്ങനെയാണോ? ഏതോ ഒരു എൻസൈക്ലോപീഡിയയിൽ അത് എഴുതിയിട്ടുണ്ട്. തെളിവെന്തിയേ? തെളിവൊന്നും ഇല്ലല്ലോ നിന്റെ കയ്യില്. ഞങ്ങളുടെ കൈ തെളിവിരിക്കുക. നിന്റെ പ്രവാചകൻ ശിശുഭോഗിയായിരുന്നെന്നും 6 വയസ്സുള്ള കൊച്ചിന്റെ മണ്ടയ്ക്കോട്ട് കയറി 6 വയസ്സ് തൊട്ട് 9 വയസ്സ് വരെ തൊടയിൽ ഉപയോഗിച്ചു എന്നും 9 വയസ്സിൽ ആ ശിശുഭോഗം നടത്തിയെന്നും തെളിവാണ് നിന്റെ പുസ്തകത്തിൽ നിന്ന് മേളിൽ തെളിവിട്ടിരിക്കുന്നത്. സയ്യൽ ബുഖാരി 5158. പോയി നോക്കാടമേ. ഞങ്ങൾ ചുമ്മാ പറയുന്നതല്ല, വിവരക്കേട് മാത്രം പറയാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നു. പിന്നെ സാബു എന്തിയെ ജെന്റിൽ ബ്രദർ, എന്തിയെ? സാബു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ, നിങ്ങൾ ചാറ്റ് ബോക്സ് വായിക്കണം. അതൊന്നും മൈൻഡ് ചെയ്യല്ലേ ജെന്റിൽ ബ്രദറെ. ചുമ്മാതെ എന്തോ കഴകത്തില്ലാത്തവന്മാര് താടി ഇരുന്നിട്ട് എന്തൊക്കെയൊക്കെ പറയും. അതിനൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാൻ പോവല്ലേ. അല്ലെങ്കിൽ അവര് വന്നിട്ട് ഡിബേറ്റ് ചെയ്യണം. മനസ്സിലായില്ലേ? ഇങ്ങനെ ഒത്തിരി പേര് പല കാര്യങ്ങളൊക്കെ പറയും. നമ്മളെല്ലാം ഒന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫോളോയിങ് ഗ്യാപ്പിൽ കൂടി ഇറങ്ങി കൂടി എന്നുള്ളതാണ്. ഞങ്ങള് തൃശ്ശൂർക്കാർ സ്കൂട്ടായി എന്ന് പറയും, സ്കൂട്ടായി. ആഡമേ, ഈ വിഷയത്തിൽ സംസാരിക്ക. ആഡമേ, നിന്റെ പ്രവാചകൻ ശിശുഭോഗിയായിരുന്നു എന്ന് പറ. കൊച്ചു കുഞ്ഞിനെ ലൈംഗികമായി 9 വയസ്സിൽ മുഹമ്മദ് ശിശുഭോഗം നടത്തിയിട്ടുണ്ടോ? യെസ് ഓർ നോ? ആ വിഷയം പറ. അപ്പൊ അവൻ നേരെ ജോസഫിലേക്ക് പോകുന്നു. എന്തിയെ തെളിവ്? എന്തിയെ? ആരാ എഴുതിയേ? എവിടെ? ഏത് പുസ്തകം? ബൈബിളിൽ നിന്ന് കാണിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ.